ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരിലാണ് ഉള്ളത്. നമ്മളിതാ ജ്യൂസിൻ്റെ ലോഡ് കയറ്റാണ്. ജ്യൂസ് ഹൈദരാബാദക്കാണ് ലോഡ്. ഹെക്ടർ ബ്യൂറേജ് പ്രൈവറ്റ് ജ്യൂസാണ് ലോഡ്. നമ്മളെ കാക്ക അവിടെ നമ്മൾ ഫയൽ കാണിച്ചതാണ്, വണ്ടിൻ്റെ രേഖകൾ. അപ്പോൾ അതിന് പോയതാണ്. ഇത് കമ്പനിയാണ്. ഇതിന് മുമ്പ് ഈ കമ്പനിക്ക് വന്നിട്ടില്ല. ഓരോ പ്രാവശ്യം ഓരോരോ കമ്പനിക്കാണ് നമ്മൾ വരുന്നത്. അങ്ങനെ എൻട്രി ചെയ്ത് നോക്കാം എന്താണ് കമ്പനിയുടെ ഉള്ളിലെ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ എൻട്രി ആക്കി അവിടെ എല്ലാം നമുക്ക് ലോഡ് കയറ്റാനുള്ളൂ. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നേക്ക് പോന്നിട്ടാണ് കമ്പനി ഉള്ളത്. CKN ലോജിസ്റ്റിക്കാണ്, അടിപൊളി കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത്. അതാണ് ഗോഡൗൺ, അത് കോൾഡ് സ്റ്റോറേജ് ആണ്. കാക്ക അങ്ങനെ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ വണ്ടി എൻട്രി ആക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. താഴെ ഗോഡൗണിൻ്റെ താഴെയാണ് തോന്നുന്നത് ലോഡ് കയറ്റാനുള്ള സ്ഥലം. നമുക്ക് 22 ടണ്ണാണ് ഉണ്ടാവാന്ന് പറഞ്ഞു. 40,000 റുപ്യാണ് വാടക. ഈ ഹൈദരാബാദ് ലോഡ് ഫുള്ള് ഫിക്സ്ഡ് വാടകയാണ്. 20 ടണ്ണ് 22 ടണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വാടക. ഫുള്ള് 40 തന്നെ. എല്ലാ ലോഡിനും 40. കഴിഞ്ഞ ലോഡ് നമുക്ക് പിന്നെ 52 ഉണ്ട്. അത് പിന്നെ മരം ആയതുകൊണ്ട് അത് കുറച്ച് ദൂരം പോയിക്കാണ്ട് കയറ്റാണ്, കുറച്ച് ദൂരം പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഷീട്ടൊക്കെ എൻട്രിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഉള്ളിൽ നിന്ന് അവർ വിളിക്കും, ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറും. ഉള്ളിൽ വണ്ടികളുണ്ടാവും, വേറെ അവിടെയൊക്കെ വണ്ടി കാണാണ്ട്. അതിൻ്റെ പുറകിലൊക്കെ വണ്ടി ഉണ്ടാവും. എവിടെ നിന്ന് കയറ്റാനുള്ളതെന്ന് അറിയില്ല. അപ്പം നമ്മൾ വിളിക്കുമ്പോഴേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫുള്ള് കമ്പനികളാണ്. ഇതൊക്കെ വർക്കിംഗ് ഇല്ലാത്ത കമ്പനികളാണ്. ഇത് ആ കമ്പനി, അത് അതിൻ്റെ അപ്പുറത്തെ കമ്പനിയൊന്നും വർക്കിംഗ് ഇല്ല. ഷെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ വിളിക്കട്ടെ. എപ്പോഴാണ് വിളിക്കുക? വൈകുന്നേരം ആവോ രാത്രി ആവോ ഒന്നും അറിയില്ല. അപ്പോൾ അതാ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ലോഡിങ് പോയിന്റിൽ നിർത്തിയിട്ടില്ല. അവിടെ നിൽക്കണ ആ വണ്ടി മാറ്റിയാൽ നമുക്ക് അവിടെ നിർത്താം. കയറിയിട്ട് കുറേ നേരമായി. അപ്പോൾ ആ വണ്ടി ലോഡിങ് പകുതിയായിരുന്നു. അത് ഫുള്ളായിട്ട് അവിടെ നിർത്തിയിട്ട് കയറ്റണം. അപ്പം നമ്മളെ ലോഡിങ് അതാ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഫുള്ളായിട്ടുണ്ട്. നമുക്കൊന്ന് പായിട്ടാൽ മതി. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡാണ് ഇവിടെ. അപ്പം നമ്മൾ ലോഡിൻ്റെ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്താണ് ഇപ്പോൾ. നമുക്ക് പായിട്ടാൽ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള അവസ്ഥയാണ്. ഒക്കെ സീറ്റിംഗ് ആയിട്ടുണ്ട്. താളം തെറ്റിയിട്ടൊന്നുമില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി അവിടെ പോയിക്കൊണ്ട് നമ്മൾ പായ അയക്കണ സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടോ ഇല്ല എന്ന് അറിയാനേ. പായിരട്ടെ. അപ്പോൾ നമ്മളിതാ ലോഡൊക്കെ കയറ്റി കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ മെയിൻ റോഡിലെത്തിയിട്ടാണ്. നമ്മളെ മൈസൂർ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ കമ്പനി നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞത് 25,000 ഡീസൽ അടിക്കാം, പിന്നെ 10,000 റുപ്യ ക്യാഷും, ബാക്കി 5,000 റിസീവ്ഡ്. അങ്ങനെയാണ് നമുക്ക് ലോഡിന് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ കമ്പനീൻ്റെ വകുപ്പിലുള്ള പമ്പാണ് HP-ൻ്റെ ശ്രീ മഹാദേശ്വര എന്ന് പറഞ്ഞ പമ്പാണ്. അപ്പം ഇനി അവിടെ നിന്ന് വരുന്ന ഡീസൽ ഫുള്ളാക്കുക, യാത്ര തുടരുക.
അങ്ങനെ നമ്മൾ യാത്ര ഇതാ KM Doddi എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. മധുരത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ മുമ്പാണ്. അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ചെറിയ തട്ടുകട കണ്ടപ്പോൾ തട്ടുകട ഉണ്ട്. അപ്പോൾ എഗ് റൈസ് കഴിച്ചു അവിടെ നിന്ന്. അപ്പം ഞങ്ങൾ യാത്ര തുടരുന്ന കാക്കാക്ക് തംസപ്പ് വേണം, അത് വാങ്ങാൻ വേണ്ടി പോയതാണ് ആ റോഡിന് അങ്ങേ സൈഡിൽ. അപ്പോൾ നമ്മളിതാ നമ്മളെ ആന്ധ്ര കർണാടക ബോർഡറിലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഡീസൽ അടിക്കുന്ന പമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ മൈസൂരിൽ നിന്ന് ഡീസൽ ഫുള്ളാക്കിയിട്ട് വന്നതാണ്. നമുക്ക് ഇവിടേക്ക് 257 കിലോമീറ്റർ. ഹലോ ഹായ്, 257 കിലോമീറ്റർ നമ്മൾ ഓടിയത്. നമുക്ക് എത്ര ഡീസൽ വരുന്നുണ്ടെന്ന് നോക്കാം. ചന്ദ്രഭാവി ഞങ്ങളുടെ സ്ഥലത്തേര്. അപ്പോൾ കൂടുതലൊന്നും വന്നിട്ടില്ല. ണ്ട് 65 ലിറ്റർ 65 ലിറ്ററാണ് നമുക്ക് ഡീസൽ വന്നത്. മൈസൂരിൽ നിന്ന് ഡീസൽ അടിച്ചപ്പോൾ നമ്മൾ മീറ്റർ കുത്തിവെച്ചിരുന്നു. $256.7. അപ്പോൾ ഇനി നമ്മൾ മടങ്ങി വരുമ്പോൾ, ഹൈദരാബാദിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുള്ളാക്കും. ഓക്കെ അല്ല എന്താ എടുത്തേ. അപ്പോൾ നമ്മൾ തെലുങ്കാനയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ജഡ്ജർല എന്ന് പറഞ്ഞ സ്ഥലത്തെത്താറായിരുന്നു. നമ്മൾ രാവിലത്തെ ടിഫിൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സമയം ഒരുപാട് ആയിക്കോട്ടോ. ടിഫിൻ കഴിക്കുന്ന നേരമൊന്നുമില്ല. 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ 5:30 മണിക്കാണ് ഞാൻ കടന്നത്. 5:30 മണിക്കാണ് കാക്കക്ക് വണ്ടി കൊടുത്തത്. നേരെ ഇങ്ങനെ വിളിക്കണം കാക്കക്ക് വണ്ടി കൊടുക്കണമെങ്കിൽ. ഇതാ കടന്നിട്ട് ഞാൻ 11 മണിക്കാണ് ഞാൻ നീച്ചത്. അപ്പോൾ ഇങ്ങനെ അടുത്ത് കണ്ട പെട്ടിക്കട. ഇതിന് അവർ തന്നെ പുതിയൊരു കട ഓപ്പൺ ആക്കാനാണ്. ചെറുതാണ്, ഇത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് കട വിപുലീകരണം. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴത്തേന് സൈറ്റിൽ എത്തുകയാണെങ്കിൽ ലോഡ് ഇന്ന് തന്നെ ഇറക്കി തരാമെന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഒരു 150 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. 3 മണിക്കൂർ റണ്ണിങ് വരും. പോയി നോക്കട്ടെ. എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. നേരം 2:45. നമുക്കിന് 10 കിലോമീറ്റർ വേണ്ടി ആക്കാം. ഇവിടെ 3 കിലോമീറ്റർ പോയാൽ എക്സിറ്റ് ഇറങ്ങാം കേട്ടോ. എക്സിറ്റ് ഇറങ്ങിയ ദിവസം പാർട്ടി വന്നിട്ട് വിളിച്ചതാണ്. 3 അതിനെത്തി ഇറക്കി തരാന്നൊക്കെ പറഞ്ഞു. എക്സിറ്റ് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതി. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്.
കുറച്ചുകൊണ്ടാണോ കുറച്ച് അപ്പോൾ അതാണ് നമ്മുടെ എക്സിറ്റ് ബോർഡ്. എക്സിറ്റ് നമ്പർ 8 കേസറ റോഡ്. റോഡ് നമ്പർ ടോൾ ബൂത്ത് നമുക്ക് ടോള് കഴിഞ്ഞിട്ട് നമുക്ക് വലത്തേക്ക് പോകാം. ഇതിൻ്റെ എക്സ്പ്രസിൻ്റെ താഴെ കൂടെ ക്രോസ് ചെയ്തിട്ട് റൈറ്റ് സർവീസ് റോഡിന് പോകണം. അത് നമുക്ക് ടോള് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ലൊക്കേഷൻ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നഗരം, കേസര, എന്താണ് ഗത്കേസ, ഇസില, പൊട്ടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ, ആമിന ഉമ്മാക്കി കസം അബൂക്ക ഹുക്കും തുറക്ക സീസൺ. അങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ കൂട്ടി നമുക്ക് ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിരുന്നു കൂടി ചെക്ക് ചെയ്തോ. റൗണ്ട് ചെയ്തോളി. പോട്ടെ. നേരെ ആ കാറ് പോണ മാതിരി റൗണ്ട്. നമ്മൾ പിന്നെ മരം ഇറക്കാൻ ഇതേപോലെ തന്നെയാണ് പോയത്. ഇവിടെ അല്ല, ഇതേപോലത്തെ സ്ഥലം തന്നെയാണ്. ഞാൻ നേരെ പോയിട്ട് അടുത്ത് പോകണം. ഇവിടെ അല്ല ഞാൻ അപ്പുറത്ത് അത് ആ കാറ് വരുന്നു, അത് വണ്ടികൾ പോകണം അവിടെ. ഇവിടെ അടുത്ത് കേട്ടോ. ഒടിഞ്ഞോടി പോട്ടെ. അങ്ങോട്ട് സ്ഥലത്ത് പോകണ്ട. അതാ ഇങ്ങോട്ടേ അടുത്തേക്ക്. അപ്പോൾ ഇതാ നമ്മൾ എൻട്രി ചെയ്ത് കമ്പനീൻ്റെ ഉള്ളിലാണ്. ഇത് ഓരോ സെക്ഷനുകളാണ്. ഈ ബിൽഡിങ്ങാണ് നമ്മളെ ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ ഞാൻ ബില്ല് കൊണ്ടുപോയി കൊടുത്ത് 3 മണിയാകുമ്പോൾ എത്തിയാൽ ലോഡ് ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വരുത്തി കേട്ടോ. ഇപ്പോൾ 2-3 വണ്ടി ലോഡ് ചെയ്യാണ്ട് കഴിയട്ടെ നോക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. സായിപ്പിനെ കണ്ട കാവത്ത് മറക്കുന്നു ഉള്ളൊരു ചൊല്ലുണ്ടല്ലോ. നമ്മളാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചിങ്ങനെ പോകുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് ഇറക്കി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ദിവസം അത് നഷ്ടപ്പെടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവിടുത്തെ പാർക്കിങ്ങിലിങ്ങനെ നിർത്തി പോകുന്നതാണ് വണ്ടി. ഒരു വിളിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രതീക്ഷിക്കണ്ട, വല്ല പ്രതീക്ഷയില്ല, ചാൻസ് കുറവാന്ന് അവരെന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തീരെ ചാൻസ് നോക്കണ്ട. അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് വലിയ കമ്പനിയാണ്. ഒരുപാട് പാർട്ടിൻ്റെ ഉണ്ട്. അതായത് ഓരോരോ കമ്പനികൾ ലേബേഴ്സിൻ്റെ റൂമുകളാണ്. നാളെ രാവിലെ ഇറക്കുള്ളൂ എന്ന് ആദ്യം പറയാൻ നമുക്ക് വയ്യിലുള്ള നിർത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ പോന്നാൽ മതി. കാക്കാ മൂഞ്ചി രാവിലെ 10 മണിക്ക് വണ്ടി കുറേ ലോഡിങ്ങിന് 4-5 വണ്ടി ഉണ്ട്. നാലഞ്ച് വണ്ടി ലോഡിങ് ഉണ്ട്. ചാൻസ് കുറവാണ് നോക്കാന്ന് പറഞ്ഞത്.
അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വിരുന്ന് പാർത്തിട്ടോ. ഇന്നലെ ലോഡ് ഇറക്കിയില്ല. ഇപ്പം ഇന്ന് കമ്പനിയും തുറന്നിട്ടില്ല. 10 മണിയാവും. 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല തണുപ്പാണ് ഇപ്പോൾ കാലാവസ്ഥ. അപ്പോൾ ഇനി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാകട്ടെ അവർ തുറക്കുമ്പോഴത്തിന്. അപ്പോൾ 2 നേരം ഉച്ചക്ക് രാത്രി അത് കഴിക്കാം. മറ്റേത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ പൈസക്കും തടിക്കും കേടാണ്. കാക്ക് കമ്പനിക്കാരെ ചങ്ങായിമാരെ കിട്ടിക്കണം. എന്താ ഒരു എണ്ണ വണ്ടി ഉണ്ട്. അപ്പോൾ മൂപ്പരായിട്ട് സംസാരിച്ചെടുക്കാം. அதுக்கு இதுக்கெல்லாம் அது என்ன டென்னேஜ் போட்டாலும் மும்பையிலலாம் ஒன்றும் பிரச்சனை இல்லை. மூணாவது வந்து தான் பெரிய தலைவலி பெரிய എല്ലാ ഡ്രൈവർമാർക്കും സങ്കടം തന്നെ പറയാനുള്ളൂ. மூணாவது ஒன்று கிருஷ்ணகிரி டோல் கூட ஒன்று 2 மிஸ்ஸிங் அதை விட பாஸ் ஆகும். தொப்பூர் டோல் பாஸ் ஆகும். 3 டோல் தான் பிரச்சனை மும்பை ஓட்டுறதுக்கு. അപ്പോൾ നമ്മളിതാ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അൺലോഡിങ്ങിന് വേണ്ടി നിർത്തി കൊടുത്തതാണ്. വായൊക്കെ മടക്കി വെച്ചിങ്ങനെ ഒറ്റയ്ക്ക് ഒച്ചതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അത്ര കുഴപ്പമില്ല. അൺലോഡി കിടന്നാൽ മതി. വായ മടക്കി വെച്ചാൽ മനുഷ്യൻ്റെ പകുതി ജീവൻ കഴിയും. അപ്പം അൺലോഡിങ് തുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലയാ നമുക്ക് അടുത്ത പണി നോക്കണം. ബോക്സ് കയറിയാണ് അവർ നമ്മൾ കൊടുന്നാണ്ട്. ഡാമേജ് ഒന്നും ആവില്ല. അവർ എറിഞ്ഞാണ്ട് ഡാമേജ് ആയാലേ ഉള്ളൂ. ബോക്സൊക്കെ എടുത്ത് എറിയാണ്. എറിയണത് ഒക്കെ പൊട്ടി പോവാണ്. ടാപ്പ് പോയിക്കാണ്ടൊക്കെ അതൊരു ബോക്സ് ഇവിടെ പൊട്ടി. എന്നാൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്ത് വെച്ചേക്കണം. പക്ഷേ നമുക്ക് എടുക്കാതൊക്കെ പറ്റില്ല. കാരണം അതുപോലെ എറിഞ്ഞ് പൊട്ടിച്ചേക്കാണ്ട് നമ്മൾ നശിപ്പിച്ചെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കയറ്റി അതേപോലെ സീറ്റിംഗ് കാര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡാമേജ് ആണെന്ന് പറയാൻ പാടില്ലേ. അപ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കലും നിർബന്ധം. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് താണ്ടൂർ പോകണമെന്ന് കരുതിയിട്ടില്ല. അപ്പോൾ പാർട്ടിക്ക് വിളിച്ചപ്പോൾ ലോഡുണ്ട് വരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കണം. വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞു. വണ്ടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഓഫീസ് വഴി വേറെ എന്തെങ്കിലും ലോഡ് എടുക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇല്ലാതെ വന്നോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ലോഡായിട്ട് കാണാം. വരെ ബൈ.